ജൂലൈ 7 തിങ്കളാഴ്ച. മത്തായി 9:18 മുതൽ 26 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷം യേശുവിൻ്റെ 2 അത്ഭുതങ്ങൾ വിവരിക്കുന്നു. രക്തസ്രാവമുള്ള ഒരു സ്ത്രീയെ സുഖപ്പെടുത്തുന്നതും ഒരു സിനഗോഗ് അധികാരിയുടെ മകളെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്നതും. ഈ സംഭവങ്ങൾ രോഗത്തിനും മരണത്തിനും മേലുള്ള യേശുവിൻ്റെ അധികാരത്തെ ഊന്നി പറയുന്നു. അവൻ്റെ അനുകമ്പയും ശക്തിയും പ്രകടമാക്കുന്നു. അവൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിൽ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുകയും ചെയ്യുന്നു. രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിൻ്റെ മേലങ്കിയിൽ തൊടുന്നത് തന്നെ സുഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. അവളുടെ വിശ്വാസത്തിന് പ്രതിഫലം ലഭിച്ചു. ദൈവിക രോഗശാന്തിയും കൃപയും ലഭിക്കുന്നതിൽ വിശ്വാസം ഒരു ചെറിയ അളവിൽ പോലും ശക്തമായ ഒരു ശക്തിയാകുമെന്ന് ഇത് വ്യക്തമാക്കുന്നു. ആ സ്ത്രീയെ സുഖപ്പെടുത്താൻ ജൈറോസിൻ്റെ വീട്ടിലേക്കുള്ള തൻ്റെ യാത്ര തടസ്സപ്പെടുത്താൻ യേശു സന്നദ്ധനായത് അവരുടെ സാമൂഹിക പദവിയോ അവസ്ഥയോ പരിഗണിക്കാതെ ഒരു വ്യക്തിയോടുള്ള അവൻ്റെ ആഴമായ അനുകമ്പയും കരുതലും പ്രകടമാക്കുന്നു. ജൈറസിൻ്റെ മകൾ പെൺകുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ആ സിനഗോഗ് അധികാരിയുടെ മകളെ ഉയർപ്പിക്കുമ്പോൾ മരണത്തിന്മേലുള്ള അവൻ്റെ അധികാരം പ്രകടമാകുന്നു. പെൺകുട്ടി ഉറങ്ങുകയാണെന്ന യേശുവിൻ്റെ വാക്കുകളോടുള്ള ജനക്കൂട്ടത്തിൻ്റെ പ്രതികരണം വിശ്വസിക്കുന്നവരും പരിഹസിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം എടുത്തു കാണിക്കുന്നു. മരിച്ചയാളുടെ ജീവൻ തിരികെ കൊണ്ടുവരുവാനുള്ള യേശുവിൻ്റെ കഴിവ് വിശ്വാസത്തിൻ്റെ പരിവർത്തന ശക്തിയെയും ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യത്തെയും അടിവരയിടുന്നു. രക്തസ്രാവ സ്ത്രീയുടെ അവസ്ഥ കാരണം പരസ്യമായി യേശുവിനെ സമീപിക്കാൻ അവൾ മടിക്കുന്നതും പെൺകുട്ടി ഉറങ്ങുകയാണെന്ന യേശുവിൻ്റെ പ്രസ്താവനയെ ജനക്കൂട്ടം പരിഹസിക്കുന്നതും വിശ്വാസത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. എന്നിരുന്നാലും യേശുവിൻ്റെ പ്രവൃത്തികളും വാക്കുകളും ഈ തടസ്സങ്ങളെ മറികടക്കുന്നു. വിശ്വാസത്തിന് സാമൂഹിക കളങ്കത്തിനും അവിശ്വാസത്തിനും മുകളിൽ വിജയം നേടാൻ കഴിയുമെന്ന് ഇത് തെളിയിക്കുന്നു. ഈ 2 കഥകളിലും ഉൾപ്പെടുത്തൽ എന്ന സാഹിത്യ ഉപകരണം ഉപയോഗിച്ച്, അതായത് ഒരു കഥ മറ്റൊന്നിനുള്ളിൽ പൊതിഞ്ഞിരിക്കുന്നു. ജീവന്റെ കർത്താവായി യേശു എന്ന പൊതുപ്രമേയം ഉണ്ട്. യോഹന്നാനിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ പുനരുദ്ധാനവും ജീവനും ആകുന്നു. അത് മത്തായി പറയുന്ന രീതിയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത്. ഇവിടെ ഒരു കഥയിൽ പെൺകുട്ടിക്ക് അവളുടെ ശാരീരിക ജീവിതം തിരികെ നൽകുക മാത്രമല്ല, അവളുടെ കുടുംബത്തിൻ്റെയും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അവളെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. മറ്റേ കഥയിൽ സ്ത്രീയുടെ രക്തസ്രാവം നിർത്തുക മാത്രമല്ല, ചുറ്റുമുള്ള ആളുകളുമായുള്ള സാധാരണ ബന്ധത്തിലേക്ക് അവളെ പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിയുന്നു.
വളരെ യഥാർത്ഥ അർത്ഥത്തിൽ അവൾ വീണ്ടും സുഖം പ്രാപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് യേശുവിനോട് നമ്മെ സുഖപ്പെടുത്താനും പൂർണ്ണരാക്കാനും പ്രാർത്ഥിക്കാം. വിശുദ്ധി എന്നത് പൂർണ്ണതയും പൂർണ്ണത എന്നത് വിശുദ്ധിയുമാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.